ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 4 ഇൻ്റഗ്രൽസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറൻസിയേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ്സ് കണ്ടു. ആൻറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ അത് അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മൊഡ്യൂളിലാണ് നമ്മൾ ഇൻ്റഗ്രേഷനും അതിൻ്റെ കൺസെപ്റ്റൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് ബേസിക് ചാപ്റ്റർ ആയിട്ട് തന്നിട്ടുള്ളത് സെക്ഷൻ 4.1 സമ്മേഷനാണ്. സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് അല്ലേ. ഇൻ്റഗ്രേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സാധനങ്ങൾ സമ്മപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസിനെ സമ്മപ്പ് ചെയ്യാണ്. ഈ ഒരു ഇൻ്റർവെൽ തന്നു കഴിഞ്ഞാൽ ആ ഇൻ്റർവെലിൻ്റെ അകത്ത് വരുന്ന ഫങ്ഷൻസിൻ്റെ സമ്മേഷനാണ് നമ്മളവിടെ ഇൻ്റഗ്രേഷൻ കൊണ്ട് ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ ആണെങ്കിലോ, ഡിഫറൻസിയേഷനിൽ നമ്മൾ സാധനങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ 4.1 നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സമ്മേഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. സമ്മേഷൻ്റെ നൊട്ടേഷനും കുറച്ച് പ്രോപ്പർട്ടീസും പിന്നെ അതിൽ വരുന്ന എക്സാമ്പിൾസ്, പ്രോബ്ലംസ്, സിമ്പിൾ പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സമ്മേഷൻ എന്താണ്, അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ ഒരുപാട് തവണ ഇങ്ങനെ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ സമ്മേഷൻ എന്നുള്ളൊരു നൊട്ടേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് A1 A2 A3 എന്ന് പറഞ്ഞിട്ട് A100 വരെ പോകുന്ന വാല്യൂസ് ഇങ്ങനെ പ്ലസ് സിമ്പിൾ കൊടുത്തിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ സമ്മേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഒരിക്കലും എഴുതൂല. പകരം എന്ത് എഴുതുള്ളൂ, സമ്മേഷൻ്റെ നൊട്ടേഷൻ കൊടുത്തിട്ട് അത് ഏത് മുതൽ ഏത് വരെയാണ് ആ ഫംഗ്ഷൻ സമ്മപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സമ്മേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എമ്മോ അല്ലെങ്കിൽ ഡബ്ല്യു ഒക്കെ ഇങ്ങനെ തിരിച്ചിട്ട പോലത്തെ ഒരു സിമ്പിളാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണോ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ അതിൻ്റെ ഒരു ജനറൽ ഫോം നമ്മളിവിടെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ A⁴1, A⁴2, A⁴3 എന്ന് പറഞ്ഞിട്ടാണല്ലേ ഫങ്ഷൻസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ ജനറൽ ഫോം നമുക്ക് A⁴k എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ സമ്മേഷൻ്റെ സിമ്പിളിൻ്റെ താഴെയായിട്ട് ആ കെ വേരി ചെയ്യുന്ന നമ്പേഴ്സ് എവിടെ തൊട്ട് എവിടെ വരെയാണെന്നുള്ളത് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ കെൻ്റെ വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, 1 എന്നാണ് അല്ലേ. അപ്പം k = 1 എന്നുള്ളത് നമ്മൾ ഈ ഒരു സമ്മേഷൻ സിമ്പിളിൻ്റെ താഴെ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, 100ലാണ് അല്ലേ. അപ്പം k = 1 to ഇതിൻ്റെ മേലെ ആയിട്ട് എവിടെയാണ് അത് 100 എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ അവിടെ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്തിന് ചൂസ് ചെയ്യുന്നത്, നമ്മുടെ സമ്മേഷൻ്റെ കേസിൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ തന്നെ വരണമെന്നില്ല, ഈ ഒരു ഫംഗ്ഷൻ തന്നെ വരണമെന്നില്ല. ഏത് ഫംഗ്ഷൻ ആയിക്കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു വേരിയബിൾ k തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇവിടെ നമ്മളിപ്പം A⁴n ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് n വേരീസ് ഫ്രം 1 to 100 എന്ന് വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന വേരിയബിളിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നമ്മൾ എടുക്കുന്ന വേരിയബിളിൻ്റെ സിമ്പിളും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സമ്മേഷൻ എന്നുള്ള കൺസെപ്റ്റ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഫോർമുല എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെലോസിറ്റി, ഡിസ്റ്റൻസ്, ടൈം, ഇവർ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു, വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റീൻ്റെ ഫോർമുല ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇത് നമുക്ക് സിംബോളിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ΔD/ΔT എന്ന് കൊടുത്തൂടെ, അതായത് സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ സ്മോൾ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിസ്റ്റൻസിനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാലോ, ΔD = V × ΔT എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലേ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ഇനി ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്ന കൺസെപ്റ്റ് എന്താണ്, സമ്മേഷനാണ് അല്ലേ.
സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് സമ്മേഷൻ്റെ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫോർമുലയിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു വെലോസിറ്റിയോളും ഒരു ടൈമോളും ഒരു ഡിസ്റ്റൻസോളും. ഇനി ഇൻ കേസ് നമ്മളൊരു ബസ് ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വിചാരിക്കുക. ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് ബസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ കേസിൽ അതിന് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ്, കോൺസ്റ്റൻറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഈ ഒരു ബസ് മൂവ് ചെയ്ത് ഈ ഒരു എൻഡിങ് പോയിന്റിൽ എത്താനുള്ള ഡിസ്റ്റൻസിന് ഫോർമുല നമുക്ക് ഡെൽറ്റ ഡി ഈക്വൽ ടു വി ക്രോസ് ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ബസ് മൂവ് ചെയ്യുമ്പം അതൊരു പെർട്ടിക്കുലർ ടൈമിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ്, അത് കഴിഞ്ഞ് അടുത്ത പെർട്ടിക്കുലർ ടൈമിൽ അടുത്ത വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ രണ്ട് വെലോസിറ്റീസ് രണ്ട് ടൈമിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലേ. അതായത് അടുത്ത ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ആദ്യത്തെ കേസിൽ അത് ഡെൽറ്റ ടി സെക്കൻഡിൽ വെലോസിറ്റി എന്ന് പറയുന്നത് v1 ആണെന്ന് വിചാരിക്കാം, ഡെൽറ്റ t1 എടുക്കാം. രണ്ടാമത്തെ ടൈമിൽ ഡെൽറ്റ t2 ആണെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി v2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കേസസും കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിതിനെ v1 ഡെൽറ്റ t1 പ്ലസ് v2 ഡെൽറ്റ t2 എന്ന് എഴുതേണ്ട സിറ്റുവേഷൻ വരും. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണമായപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ രണ്ടിൽ കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പം ഓരോ കേസിലും ഓരോ ടൈമിലും ഓരോ വെലോസിറ്റിയിലാണ് ഈ ഒരു ബസ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് വീണ്ടും പ്ലസ് ഇട്ടിട്ട് v3 ഡെൽറ്റ t2 v4 ഡെൽറ്റ t4 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ സമ്മേഷൻ്റെ ഫോമിലേക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? സമ്മേഷൻ vi ഡെൽറ്റ ടി ഐ ഫോർ ഐ ഈക്വൽ ടു 1 to എത്രയാണോ വരുന്നത്, ഇപ്പോൾ നാല് ടൈമുകളിലാണ് ചേഞ്ചസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഐ ഈക്വൽ ടു 1 to 4 vi ഡെൽറ്റ ടി ഐ ഈക്വൽ ടു ഡെൽറ്റ ഡി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അതായത് സമ്മേഷനും ഡിസ്റ്റൻസും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ഡി ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു v1 ഡെൽറ്റ t1 പ്ലസ് v2 ഡെൽറ്റ t2 പ്ലസ് എക്സെട്ര പ്ലസ് vn ഡെൽറ്റ tn. ഓക്കെ, സമ്മേഷൻ്റെ നൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് ഡെൽറ്റ ഡി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n vi ഇൻറ്റു ഡെൽറ്റ ടി ഐ എന്നതിന് നൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്കിത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് എക്സാമ്പിളും ഈ ഡിസ്റ്റൻസും വെലോസിറ്റിയും സമ്മേഷനും തമ്മിലുള്ള റിലേഷൻ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ ബസ് ട്രാവൽസ് വിത്ത് ഫോളോയിങ് വെലോസിറ്റീസ്. കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് കേസസ് ആയിട്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 4 meter per second അറ്റ് ഫസ്റ്റ് 2.5 സെക്കൻഡ്, സെക്കൻഡ് എന്ന് പറയുന്നത് 5 meter per second അറ്റ് സെക്കൻഡ് 3 seconds, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് 3.2 meter per second അറ്റ് തേർഡ് 2 seconds, ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് 1.2 meter per second അറ്റ് ഫോർത്ത് 1 second. ഓക്കെ, അപ്പം ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് ഓരോ ടൈമിനനുസരിച്ചിട്ടും എന്ത് മാറുന്നുണ്ട്? വെലോസിറ്റീസ് ഇവിടെ മാറുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ആ ബസ് ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഇതിൻ്റെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയാം ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? v1 ഇൻറ്റു ഡെൽറ്റ t1 പ്ലസ് v2 ഇൻറ്റു ഡെൽറ്റ t2 പ്ലസ് v3 ഇൻറ്റു ഡെൽറ്റ 33 പ്ലസ് v4 ഇൻറ്റു ഡെൽറ്റ t4. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഡയറക്റ്റിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v1 എന്ന് പറയുന്നത് 4 ഇൻറ്റു 2.5, 4 ഇൻറ്റു 2.5 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. 10 പ്ലസ് 5 ഇൻറ്റു 3 15 പ്ലസ് 3.2 ഇൻറ്റു 2 6.4 പ്ലസ് 1.2 ഇൻറ്റു 1 1.2. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 4 ai if a1 ഈക്വൽ ടു 2, a2 ഈക്വൽ ടു 3, a3 ഈക്വൽ ടു 4, a4 ഈക്വൽ ടു 6.
പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സമ്മേഷൻ I ഈക്വൽ ടു 1 to 4 I സ്ക്വയർ. തേർഡ് ക്വസ്റ്റ്യൻ K ഈക്വൽ ടു 2 to 5 K സ്ക്വയർ മൈനസ് K. ഇതിപ്പോൾ മൂന്ന് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് 1 by 1 ഇത് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ സമ്മേഷൻ I ഈക്വൽ ടു 1 to 4 AI എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. I ഈക്വൽ ടു 1 to 4 AI. ഇതിന് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 എന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. A1 A2 A3 A4ൻ്റെ വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 6 എന്ന് എഴുതാം. നമുക്ക് ഫൈനൽ ആൻസർ 50 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത്ര ചെയ്യാനേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ളൂ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യനും കുറച്ച് ഡിഫറെൻ്റ് ആണ് അല്ലേ. ആദ്യം നമുക്ക് ഏത് ടേംസിലാണ് ഫംഗ്ഷൻ തന്നത്, ഇവിടെ ഡയറക്റ്റ് ഐൻ്റെ ടേംസിൽ തന്നെ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു I സ്ക്വയർ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. അവിടെ ഫംഗ്ഷണൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഇവിടെ തന്നെ ആൻസർ എഴുതുന്നുണ്ട്. അപ്പോൾ I സ്ക്വയർ ആണ് അല്ലേ. എവിടുന്ന് I സ്റ്റാർട്ട് ചെയ്യുന്നത് 1 to 4 ആണ്. അപ്പം 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 ആൻഡ് ദ ആൻസർ വിൽ ബി 30. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? സമ്മേഷൻ K ഈക്വൽ ടു 2 to 5 K സ്ക്വയർ മൈനസ് K. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ K സ്ക്വയർ മൈനസ് K എന്നുള്ളതാണ്. ആൻഡ് ഇത് വേരി ചെയ്യുന്നത് 2 തൊട്ടിട്ട് 5 വരെയാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ വാല്യൂ കേക്ക് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 2 പ്ലസ് 3 സ്ക്വയർ മൈനസ് 3 പ്ലസ് 4 സ്ക്വയർ മൈനസ് 4 പ്ലസ് 5 സ്ക്വയർ മൈനസ് 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ഇവിടെ 4 മൈനസ് 2 2 എന്ന് കിട്ടും. ഇവിടെ 9 മൈനസ് 3 6 കിട്ടും. 16 മൈനസ് 4 12 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? നമുക്കിത് 2 പ്ലസ് 6 പ്ലസ് 12 പ്ലസ് 20 എന്ന് കിട്ടും. ആൻഡ് ഫൈനൽ ആൻസർ വിൽ ബി 40. ഓക്കെ, അപ്പോൾ ഈ 3 കേസിലും നമുക്ക് 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മളിവിടെ 3നും ആൻസേഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസിലും ഇവിടെ I അല്ലെങ്കിൽ ഏതാണോ വേരിയബിൾ ചൂസ് ചെയ്തത് ആ വേരിയബിൾ എവിടെ തൊട്ടിട്ടാണ് വേരി ചെയ്യുന്നത്? 1 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അത് 2 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ 1 തൊട്ട് തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ 0 തൊട്ട് തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണമെന്നോ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരിക്കലും സമ്മേഷനിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ സമ്മേഷൻ്റെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നോട്ട് ആയിട്ട് നിങ്ങളിത് എഴുതിയെടുക്കുക. അതായത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂക്ക് ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും എവിടെയും പറയുന്നില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സമ്മേഷൻ I ഈക്വൽ ടു 3 to 5 BI. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 3 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. B3 പ്ലസ് B4 പ്ലസ് B5 ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സ്പാൻഡഡ് ടേംസ് വരുന്നത്. ഇനി ഇതിപ്പോൾ നെഗറ്റീവ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെഗറ്റീവ് എവിടെ വേണമെങ്കിലും നമുക്കിത് -5 to -3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് BI ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? B സഫിക്സ് -5 പ്ലസ് B സഫിക്സ് -4 പ്ലസ് B സഫിക്സ് -3. അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു ടേംസ് അവിടെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നെഗറ്റീവ് ആയാലും വേണ്ടിയില്ല, പോസിറ്റീവ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും നമ്മളിവിടെ സ്റ്റാർട്ടിങ് വാല്യൂക്ക് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സമ്മേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ടോട്ടൽ 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സമ്മേഷൻ I ഈക്വൽ ടു m/n AI പ്ലസ് BI ആണ് നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ നമ്മൾ നോർമലി അഡീഷൻ്റെ കേസിലൊക്കെ ചെയ്യുന്ന പോലെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സമ്മേഷൻ്റെ സിമ്പിൾ കൊടുത്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സമ്മേഷൻ I ഈക്വൽ ടു m/n C ഇൻറ്റു AI ഫോമിലാണെന്നുണ്ടെങ്കിൽ C എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷനിലും അഡീഷൻ്റെ കേസിലൊക്കെ പറയുന്ന പോലെ തന്നെ സീനെ നമ്മൾ എന്ത് ചെയ്യുക? പുറത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതിന് സമ്മേഷൻ കൊടുത്തിട്ട് ചെയ്താൽ മതി. ആൻഡ് മൂന്നാമത്തെ പ്രോപ്പർട്ടി തൊട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇഫ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ്
if m less than or equal to n and n plus 1 less than or equal to p, then summation I equal to m to p ai എന്നുള്ളത് അത് നമ്മൾ ഇൻ്റഗ്രേഷനിൽ കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാം, ആ ഇൻ്റർവെൽ നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ n പ്ലസ് 1 എന്നുള്ളത് പീനെക്കാട്ടിയും ചെറിയ വാല്യൂവും എം തൊട്ടിട്ട് പി വരെയാണ് നമ്മുടെ ഇൻ്റർവെൽ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ സെക്ഷന് എം തൊട്ടിട്ട് എൻ വരെയും രണ്ടാമത്തതിന് n പ്ലസ് 1 ടു പി വരെയുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ കേസാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 0 to 1 പ്ലസ് 1 to 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യൂലേ, അതേ പ്രൊസീജിയർ നമ്മളിവിടെ സമ്മേഷൻ്റെ കേസിലും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫോർത്ത് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നോക്കാം. ഫോർത്ത് പ്രോപ്പർട്ടിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഈ ഫെ ഐ ഈക്വൽ ടു സി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് വിത്ത് കണ്ടീഷൻ എന്താ പറയുന്നത്, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എം എന്നുള്ള ഇൻ്റർവെലിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോൺസ്റ്റൻറ്റിനെ എങ്ങനെ, ആ കോൺസ്റ്റൻറ്റിൻ്റെ സമ്മേഷൻ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, സി ഇൻറ്റു എൻ മൈനസ് എം പ്ലസ് 1 യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് if ai less than or equal to bi for every I with m less than or equal to I less than or equal to n, then summation over ai is less than or equal to summation over bi. നമുക്ക് ഡയറക്റ്റ് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തന്നെ പറയാം അല്ലേ. അതായത് രണ്ട് ഫങ്ഷൻസ് എടുത്തു, ഒരു ഫംഗ്ഷൻ മറ്റേ ഫംഗ്ഷനെക്കാട്ടിയും ചെറുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തെന്നായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന സമ്മേഷൻ്റെ കേസിൽ വരുന്ന 5 പ്രോപ്പർട്ടീസ്. 5 പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പുതിയൊരു സെക്ഷനാണ്. പുതിയ സെക്ഷൻ മീൻസ് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫോർമുല നമുക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ് അടുത്ത സെക്ഷൻ, സം ഓഫ് ഫസ്റ്റ് n ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇതിനൊരു ഫോർമുല വരുന്നുണ്ട്. ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, ഒരുപാട് മാത്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫോർമുലേൻ്റെ അപ്ലിക്കേഷൻസ് ഒരുപാട് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഫോർമുല ഇതാണ്. ആദ്യത്തെ n ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് സമ്മേഷൻ I ഈക്വൽ ടു 1 to n I ഈസ് ഈക്വൽ ടു 1/2 n ഇൻറ്റു n പ്ലസ് 1. ഈ ഒരു ഫോർമുലയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫോർമുല. അപ്പോൾ ഇതിനൊരു പ്രൂഫ് വരുന്നുണ്ട്, സിമ്പിൾ പ്രൂഫാണ്. ആ പ്രൂഫ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സമ്മേഷൻ I ഈക്വൽ ടു 1 to n I എന്നുള്ള നൊട്ടേഷന് എസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ലെറ്റ് എസ് ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n I എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു ഫോർമുല നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് ഏതുവരെ പോകുന്നുണ്ട്, n വരെ പോകുന്നുണ്ട് അല്ലേ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ നോട്ട് ചെയ്യാം. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ, ആദ്യത്തെ n ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് അല്ലേ. ഇത് നമ്മൾ നേരെ തിരിച്ചെടുക്കുക. അതായത് ഈ ലാസ്റ്റുള്ള ടേമിനെ ഫസ്റ്റ് കൊണ്ടുവരാം, എന്നിട്ട് നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 ചെയ്ത് കഴിഞ്ഞാലും 3 പ്ലസ് 2 പ്ലസ് 1 ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അതേ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എസ് ഈക്വൽ ടു n പ്ലസ് n മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് അവിടെ ഡിനോട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എസ് പ്ലസ് എസ് 2s എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ n പ്ലസ് 1 പ്ലസ് n പ്ലസ് 1 പ്ലസ് n പ്ലസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് n പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ടേം നമ്മൾ രണ്ടെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ n പ്ലസ് 1 ആണ് കിട്ടുന്നത്. ഇനി ഈ n പ്ലസ് 1 എത്ര n പ്ലസ് 1 ഇവിടെ ഉണ്ടാവും, n പ്ലസ് 1 ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടിയും റെഡ്യൂസ് ചെയ്തിട്ട് n ഇൻറ്റു n പ്ലസ് 1 ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 2s ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 കിട്ടി. അവിടുന്ന് s ഈക്വൽ ടു എന്ത് കിട്ടും, 1/2 ഇൻറ്റു
എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എഴുതാൻ പറ്റും. ഈ എസ് എന്തായിരുന്നു? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നുള്ള ഫോർമുല നമുക്ക് ഇതുപോലെ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൂഫ് സിമ്പിൾ പ്രൂഫാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നെക്സ്റ്റ് വണ്ണ് വരുന്നത്. അതായത് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 100 ഇൻറ്റിജേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 100 ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് കാണണം. നമ്മൾ നൊട്ടേഷൻ കൊടുക്കാം. ഐ ഈക്വൽ ടു 1 to 100 ഐ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിൻ്റെ ജനറൽ ഫോർമുല പഠിച്ചു. എന്തായിരുന്നു? 1/2 ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് ഫോർമുല. ഇവിടെ എൻ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/2 ഇൻറ്റു 100 ഇൻറ്റു 101 കിട്ടും. ദ ആൻസർ വിൽ ബി 5050. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനറൽ ഫോർമുല പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. 1 + 2 + 3 എന്ന് പറഞ്ഞിട്ട് 100 വരെ ആഡ് ചെയ്ത് പോകേണ്ട ആവശ്യം വന്നില്ല. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ജനറൽ ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ 100 ടേംസിൻ്റെയും സം ഇവിടെ ഒറ്റയടിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമുല നിങ്ങൾ മറക്കാണ്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ ചെറിയൊരു പ്രൂഫും വരുന്നുണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാലൻസിങ് സെക്ഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുതരാം. ഓക്കെ, ഇതിലിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. താങ്ക് യു.